അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നത് ഗൗരവമേറിയ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ലോസ് ഏഞ്ചലിൽ നടക്കുന്ന, അമേരിക്കയിൽ നടക്കുന്ന ഒരു തീപിടുത്തത്തിനെ പറ്റിയിട്ട്. നാം ഏവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ഖുർആനിൽ പറയുന്നുണ്ട്, ലോകാവസാനം ആകുമ്പോഴേക്കും എല്ലാ രാജ്യങ്ങളും എല്ലാ സിറ്റികളും അള്ളാഹു കീഴ്പ്പെടുത്തുമെന്ന്. ഒരിക്കലും മനുഷ്യന് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അവൻ എത്ര ശക്തനും ആവട്ടെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ ആർക്കും ആവില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്തെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കോടീശ്വരനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് എന്നുള്ള ഒരു അഹംഭാവമുണ്ട് നമ്മൾ ഓരോരുത്തരിലും. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര അഹങ്കാരവും അഹംഭാവവും ഒക്കെയാണ്. എങ്ങനെയായാലും നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യത്തിനും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവലും തെറ്റുന്നവരും എല്ലാവരുമാണ് അല്ലേ. ചെറിയ ചെറിയ ഈഗോ പ്രശ്നങ്ങളും തെറ്റിലും പിടങ്ങളിലൊക്കെ ആയി ജീവിക്കുന്നല്ലേ, ഇതൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ. ഒരു നല്ല സത്യവിശ്വാസിക്കും ഒരിക്കലും തെറ്റിയിട്ടും പിണങ്ങിയിട്ടും ജീവിക്കാൻ കഴിയില്ല. സൂറത്തുൽ ഫാത്തിർ 44-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, പൂർവ്വകാല സമൂഹം നശിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കൂ. അവർ വലിയ ശക്തിയുള്ള ആളുകൾ ആയിരുന്നു. എന്നാൽ ആകാശലോകങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവൻ എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാണ്. സൂറത്തുൽ ഫാത്തിറിൽ 44-ാമത്തെ ആയത്താണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ശരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും തെറ്റായ സമീപനം കൊണ്ടോ നാം നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുകളും അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ഇടങ്ങേറ് നമ്മൾ കാരണം തന്നെയാണോ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരും തെറ്റായ സമീപനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ദുൽമ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതം ചിലപ്പം അങ്ങനെ ആയിരിക്കാം. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാൾട്ട് കൊണ്ടായിരിക്കാം. നമ്മൾ എത്ര വലിയ കോടീശ്വരനാണ്, എൻ്റെ കയ്യിൽ ഇത്ര സ്വത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അല്ലേ. നമ്മൾ അഹങ്കാരം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ സെക്കൻഡുകൾ മതി പടച്ചവനക്ക് അത് ഇല്ലാതാക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ എത്ര വലിയ ആക്ടേഴ്സും എത്ര വലിയ പൈസക്കാരൊക്കെ ഉള്ള വലിയ സ്ഥലമല്ലേ. ഒരു നിമിഷം കൊണ്ടാണ് പടച്ച റബ്ബ് അത് ഒന്നും ഇല്ലാതെ ആക്കി തരിശുഭൂമിയാക്കിയ പോലെ അത്രയും കത്തി നശിച്ചു പോയതല്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, പടച്ച റബ്ബിന് നമ്മളെ പിടികൂടാൻ സെക്കൻഡുകൾ മതി. നമ്മൾ ഓരോരുത്തരും നമ്മൾ പിണങ്ങിയിട്ടായാലും ശരി, നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പടച്ചവനോട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഓരോരുത്തരും നമ്മൾ എത്ര വലിയ പൈസക്കാരനായാലും നമ്മൾ എത്ര വലിയ ടെക്നോളജി അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പടച്ചവൻ നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ നമ്മളത് അനുഭവിക്കേണ്ടി വരും. ആ അനുഭവത്തിലൂടെയെങ്കിലും നമ്മൾ പടച്ചവൻ്റെ അടുത്ത് മടങ്ങി ചെല്ലുമെന്ന് വിചാരിച്ച് പടച്ചവൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും യാതനകളും തരും പടച്ചവൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട്. പടച്ചവൻ ഓരോ പരീക്ഷണങ്ങൾ തന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ അങ്ങനെയെങ്കിലും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നാം ഓരോരുത്തരും നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടാണോ റബ്ബേ എന്നുള്ളത് ചിന്തിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് എൻ്റെ ഭാഗത്ത് എൻ്റെ തെറ്റുകൾ കൊണ്ടാണോ എന്ന് ചിന്തിക്കുകയും നമ്മൾ പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കുക, അള്ളാഹുവിലേക്ക് നാം എല്ലാം മടങ്ങാനുള്ളതാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കുകയും എനിക്ക് കാണുന്ന എല്ലാം റബ്ബിൻ്റെ ദാനമാണെന്ന ചിന്തയോടുകൂടി ജീവിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പടച്ചവൻ നല്ലത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.